ഹായ് ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അമ്മേന്റെ കൂടെ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ, ഒരു ചെറിയ ഷോപ്പിംഗ്. സോ ഇൻട്രോ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. ഇനി അവിടെ എത്തിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ ടൗണിലാണ് കേട്ടോ പോകുന്നത്, പേരാമ്പ്ര. സോ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്, വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. സാധാരണ ഞാനും അമ്മയും കൂടെ പുറത്തു പോകുമ്പം ഞങ്ങൾ സ്കൂട്ടി എടുത്തിട്ടാണേ പോകാറുള്ളത്. പക്ഷെ ഇന്ന് നല്ല മഴയുടെ കോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങളും എല്ലാം കൂടെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോ എടുത്തിട്ടാണേ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പേരാമ്പ്രയിലുള്ള പരാഗ് എന്ന് പറഞ്ഞ ഷോപ്പിലോട്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന സാരീസ് വേണമെന്ന് കുറേ നാളായി പറയുന്നു. അമ്മ അധികം ഇവിടെ വരാറുണ്ട്. അപ്പൊ അവിടെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കളേഴ്സ് കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറെ നേരം പരതി നടക്കുന്നുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് കളർ വേണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ബ്ലാക്കിലുള്ള നല്ലൊരു ക്ലോത്ത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രീനും പിന്നെ വേറെ ഒരു ഗ്രേപ്പ് കളറിലുള്ള ഒരു സാരിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഗ്രീന് കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ് കേട്ടോ. ഈ ക്യാമറയിൽ അത് അത്ര കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇതാ ഇതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതല്ല കേട്ടോ, അടിയിലുള്ള ഒരു ഗ്രേപ്പ് കളറിൽ വരുന്നത്. പിന്നെ ഞാനൊരു സാരി ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അതിൽ ബ്ലൗസ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എത്തി അമ്മ എൻ്റെ അടുത്ത് അളന്നു നോക്കിയ ശേഷം പറഞ്ഞു, ഇതിൽ ബ്ലൗസ് ഇല്ല, ഇനി ബ്ലൗസും കൂടെ കട്ട് ചെയ്താൽ നിനക്ക് സാരിക്ക് ലെങ്ത് ഉണ്ടാവില്ല എന്ന്. അപ്പം ഞങ്ങൾ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ക്ലോത്തും കൂടി എടുത്തു കേട്ടോ. സാധാരണ ഇങ്ങനെ മാച്ച് ആയിട്ടുള്ള ക്ലോത്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഈ തവണ എന്തോ ഭാഗ്യത്തിന് നല്ല മാച്ച് ആയിട്ടുള്ള ഞാൻ വിചാരിച്ച അതേ കളറിൽ തന്നെ കിട്ടി കേട്ടോ. ഞാനൊരു ഡിസൈനർ ബ്ലൗസ് ഒക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇനി എന്താവും അറിയില്ല. പിന്നെ അവിടുന്ന് കുറെ കട്ട് പീസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്ലോത്ത് ഒക്കെ വാങ്ങിയിട്ട് ഓരോ ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്യാനും പിന്നെ അതിന്റെ മേലെ ഓരോ പരീക്ഷണങ്ങൾ നടത്താനും. അങ്ങനെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴത്തെ സെക്ഷനിൽ വന്നിട്ട് നമ്മുടെ ബ്ലൗസിനൊക്കെ വേണ്ടിയിട്ടുള്ള ബീഡ്സും ചെണ്ടും ലേസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി ആയിട്ടുള്ള ലേസും കുറേ മുത്തുകളും അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ അതിൽ കുറേ ലേസൊക്കെ എടുത്തു തന്നു. എനിക്ക് പക്ഷേ ലേസ് ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് ഇങ്ങനെ നമ്മൾ ഈ ത്രെഡ് വെക്കില്ലേ അതിൻ്റെ താഴെ വെക്കുന്ന ഈ ചെണ്ടില്ലേ അങ്ങനത്തെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു. പിന്നെ എൻ്റെ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലേസുകളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതും എടുത്തു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ലേസും ബീഡ്സും ത്രെഡ് വർക്ക് ആണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ. പിന്നെ ഞങ്ങള് അവിടുന്ന് നേരെ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി ബില്ല് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കുറേ നേരം അവിടെ സത്യം പറഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിപ്പോ സ്റ്റിച്ച് ചെയ്ത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്രാൻഡ് ഹൗസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ കോട്ടൺ സാരീസ് ആണ്, നമ്മൾ വീട്ടിലൊക്കെ ഇടാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് കുറച്ചെണ്ണം വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അമ്മയായിരുന്നു കേട്ടോ അതിന്റെ സെലക്ഷനൊക്കെ. അങ്ങനെ അമ്മ ഒന്ന് രണ്ട് സാരീസ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാല് അതിന്റെ ഇടയിൽ ഞാൻ എന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് വന്നു. ഇത് നോർമൽ നമ്മുടെ കോട്ടൺ അല്ല സിൽക്ക് സാരീസ് ഇല്ലേ അതിന്റെ സെക്ഷനാണ് കേട്ടോ. ഞാൻ അധികം സാരി ഇടാത്ത ഒരാളാണ്, എനിക്ക് വലിയ താല്പര്യമല്ല കേട്ടോ. താല്പര്യമില്ല എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ഒക്കേഷൻസ് വരാറില്ല. എന്റെ കല്യാണത്തിന് മാത്രമാണ് ഞാൻ സാരി വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഭയങ്കര റെയർ ആയിട്ടേ വാങ്ങിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ കുറെ സാരീസൊക്കെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞു, നിനക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നീ എടുത്തോളൂ, വെറുതെ വീട്ടിൽ കൊണ്ടുവിടരുതെന്ന്. അങ്ങനെ അവിടുന്ന് കുറെ പരതി ഞങ്ങൾ ഒരുപാട് സാരീസിന്റെ കളക്ഷൻസ് കണ്ടു കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഒന്നുകൂടെ ബ്രൈറ്റ് ആണ്, ഈ ക്യാമറയിൽ കുറച്ച് ഡിമ്മായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ വേറൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതല്ല വേറെ ഒന്നായിരുന്നു, അത് ഒരു റെഡും ഒരു ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. ഇതാണ് കേട്ടോ. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിന്റെ ക്ലോത്ത് ആണ് കേട്ടോ. ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് കറങ്ങി അടിച്ച് ഒന്ന് രണ്ട് സാരി ഞങ്ങൾ എടുത്തു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാല് നോക്കിയിട്ട് മതിയാവുന്നില്ലായിരുന്നു. ഞാൻ ഭയങ്കര റെയർ ആയിട്ട് പോകുന്ന പർച്ചേസ് ആണ് ഈ സാരിയുടെ പർച്ചേസ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സെഷനിൽ പോയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കുറച്ച് കട്ട് പീസുകളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നടന്ന് മടുത്തു കേട്ടോ. കുറേ നേരമായി ഈ ഷോപ്പിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കുന്നു.
പിന്നെ അമ്മയ്ക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരി വേണമെന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. പക്ഷെ ഒരുപാട് കണ്ടു, ഒന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നേരെ കോട്ടൺ സിൽക്സിന്റെ സെക്ഷനിൽ പോയിട്ട് ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാരി അല്ല കേട്ടോ, ഇതിന്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല, എന്താണ്, ആ ക്ലോത്ത് തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു സുഖമായിരുന്നു. പിന്നെ വെഡ്ഡിങ് സെഷനിൽ പോയി ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ച് നടന്നു കേട്ടോ. അമ്മയ്ക്ക് അവിടെ എന്തോ നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ പിന്നെ എന്താണ് നമ്മുടെ ഈ പാർട്ടി വെയർസിന്റെ സെക്ഷനും കൂടെ ഒന്ന് ചുമ്മാ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അച്ഛന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിക്കാൻ വേണ്ടി, അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ മെൻസിന്റെ സെക്ഷൻ വരുന്നത്. അങ്ങനെ അവിടെ വന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അച്ഛന്റെ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തുകൊണ്ട് തന്നെ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ അവിടുന്ന് എന്താണ് സെലക്ട് ചെയ്ത് നേരെ ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾക്ക് മൈജിയിലാണ് പോകേണ്ടത്. മൈജിയുടെ പുതിയ ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. എവിടെയാ ലൊക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വിചാരിച്ചത് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിരിക്കും എന്നാണ്. പക്ഷെ കുറച്ച് ഡിസ്റ്റൻസ് പോകാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയാണെന്ന് തോന്നുന്നു അതിന്റെ ഇനാഗുറേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ദേ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഓഫർ ഉള്ളത് കൊണ്ടാണോ അതോ ഇന്നലെ ഓപ്പൺ ചെയ്ത പുതിയ ഷോപ്പ് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. ഒന്നും നടക്കാൻ പോലുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാത്തിനും നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഒരുപാട് ഐറ്റംസ് നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ തിക്കും തിരക്കും ആയതുകൊണ്ട് തന്നെ ഒന്നും പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. സത്യം പറഞ്ഞാല് കുറച്ചുകൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കിയെടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും പറ്റിയില്ല. കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സാധാരണ ഓൺലൈനിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാറുള്ളത്. പിന്നെ ബാക്കി എല്ലാ ഐറ്റംസിനും കുറച്ച് ഓഫറുള്ള പോലെയൊക്കെ തോന്നി കേട്ടോ. അമ്മ ടയേർഡായി സത്യം പറഞ്ഞാല്. പിന്നെ ബില്ല് ചെയ്തിട്ട് സാധനം കിട്ടാൻ വേണ്ടിയിട്ടും ഒടുക്കത്തെ ക്യൂ ആയിരുന്നു. ഒന്നും നടക്കാൻ പോലുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാല്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് എങ്ങനെയും ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നായി. അങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അവിടെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് പരിചയത്തിലുള്ള 1-2 പേരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ നടന്നു പോകുന്ന വഴിയിൽ ഒരു മിനി മിഠായി തെരുവ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഷോപ്പ് കണ്ടു കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയോണ്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ചുമ്മാ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെരുപ്പ് കാണുമ്പോൾ ഞാൻ എപ്പോഴും എവിടെയാണേലും ട്രൈ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അതിന്റെ മുകളിലത്തെ ഫ്ലോറിൽ കുറേ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളായി ഫാൻസിയിലൊക്കെ പോയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ. സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നും ഇങ്ങനെ മാച്ച് ആൻഡ് മാച്ച് ആയിട്ടുള്ള കമ്മലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ എപ്പോഴും ഫാൻസിയിലൊക്കെ പോവുമായിരുന്നു. ആ ഒരു നൊസ്റ്റു ഒക്കെ കൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ചു നേരം അവിടെ നിന്ന് കറങ്ങിയടിച്ച് നടന്നു. 1-2 സാധനം എന്തോ വാങ്ങിച്ചെന്ന് തോന്നുന്നു. മിറർ കണ്ടപ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. എനിക്കിത് എന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ബാദുഷ എന്ന് പറഞ്ഞ ഷോപ്പിലോട്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ബാദുഷയിലെത്തി. ഇതാ ഈ ഫ്രണ്ടിൽ കാണുന്ന ഷോപ്പാണ് ബാദുഷ. അവിടെ എത്തിയിട്ട് അമ്മയ്ക്ക് കുറേ ഐറ്റംസ് നോക്കാനുണ്ടായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാനും ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അമ്മയ്ക്കും അതേപോലെ തന്നെയാണ് കേട്ടോ. എനിക്കും ഒരു 1/2 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെയുള്ള പാത്രങ്ങള്, പിന്നെ കുറേ നമ്മൾ ഈ കിച്ചൺ ഡെക്കറൊക്കെ ആയിട്ട് കുറേ ബോട്ടിൽസ് ഒക്കെ വെക്കില്ലേ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ രണ്ടാളും സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായി കേട്ടോ. ലേറ്റ് ആയതുകൊണ്ട് തന്നെ അച്ഛൻ വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെയാണ്, നിങ്ങൾക്ക് തിരിച്ചു വരാറായില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടുന്ന് വൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഈ കവർ ഓപ്പൺ ചെയ്യുമ്പം കുറച്ചധികം സാധനങ്ങൾ ഉണ്ട് കേട്ടോ. എനിക്കിന്നൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെയൊരു ഷോപ്പിങ്ങും അമ്മയുടെ കൂടെ ഒരു ഔട്ടിങ്ങും. ഗായ്സ്, ഞങ്ങൾ അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. ഭയങ്കര ഷോപ്പിംഗ് ആയിരുന്നു. ഉച്ചയ്ക്ക് പോയതാണ്, ഒരു 1:30 ആയപ്പോൾ പോയതാ. ഇപ്പോൾ 8 മണിയായി. കുറേ കറങ്ങി നടന്നു, കുറേ സാധനങ്ങൾ വാങ്ങി. അങ്ങനെ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ അമ്മേന്റെ കൂടെ ഇങ്ങനെ പുറത്തിറങ്ങി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. മുമ്പൊക്കെ പോവായിരുന്നു, കുറേ മുമ്പ്.
ഇന്ന് ആക്ച്വലി ഞങ്ങള് ഉം, അങ്ങനെ വലിയ പ്ലാനിങ്ങോട് കൂടി ഒന്നും പോയതല്ല. പക്ഷെ കുറേ സാധനങ്ങൾ, കുറേ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ കയറി ഇറങ്ങി കുറേ സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ ഇപ്പൊ വീട്ടിൽ തിരിച്ചെത്തി. ഇനി ഫുഡ് കഴിക്കണം. അത്രയൊക്കെ ഉള്ളൂ. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.